മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ സഖാവ് E.A. ജബ്ബാറിനെ ബഹുമാനീയനായ സഖാവ് NN കൃഷ്ണദാസ്, നമ്മുടെ അധ്യക്ഷൻ പ്രൊഫസർ രാമേന്ദ്രൻ, പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ വിഷയത്തിൻ്റെ പേര് ഒരു ചോദ്യമായിട്ടാണ് ബാനറിൽ കൊടുത്തിട്ടുള്ളത്. ആ ചോദ്യത്തിൽ ഒരു പരിഹാസത്തിൻ്റെ ധ്വനി ഉണ്ട്. ഇന്ത്യ മതരാഷ്ട്രമോ മതേതര രാഷ്ട്രമോ? അങ്ങനെ ഒരു സന്ദേഹം ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിനും ഈ ചോദ്യത്തിനും ഇന്നത്തെ കാലത്ത് കൗതുകം മാത്രമല്ല, വളരെയേറെ പ്രസക്തിയുണ്ട്. ഇതിൽ നമുക്ക് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണമെന്നും വികസിക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമല്ല എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മളെ പല്ലിടിച്ച് കാണിക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ എന്താണ് സെക്യുലറിസം എന്നതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ട. സെക്യുലറിസം എന്ന് നിങ്ങൾ ഇന്നിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഡെഫിനിഷൻ ഒന്നും തന്നെ ഇന്ത്യയിലെ സെക്യുലറിസവുമായിട്ട് പുലബന്ധമുള്ളതല്ല. അവിടെ പറയുന്നത് മതവുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാത്ത സാമൂഹിക വ്യവഹാരങ്ങളുടെ ഒരു പൊതു അവസ്ഥയ്ക്കാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. അത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, രാഷ്ട്രീയ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്റ്റേറ്റും മതവും തമ്മിൽ വേർതിരിക്കുക എന്നത് തന്നെയാണ് സെക്യുലറിസത്തിന്റെ അടിസ്ഥാന സത്ത. സ്റ്റേറ്റും മതവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല എന്ന ചിന്താഗതിയിൽ നിന്നാണ് സെക്യുലറിസം എന്ന ആശയം വരുന്നത്. അത് വന്ന സാഹചര്യമൊക്കെ സഖാവ് കൃഷ്ണദാസോട് വിവരിക്കേണ്ടായി. യൂറോപ്പിൽ സ്റ്റേറ്റും മതവും ഒന്നല്ല, രണ്ടല്ല ഒന്നായിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ ദുരിതം പേറിയ ഒരു സമൂഹത്തിൽ നിന്നും സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു വികാരമാണ് മതനിരപേക്ഷമായ ഒരു രാഷ്ട്ര സംവിധാനം, മതനിരപേക്ഷമായ ഒരു ഭരണ സംവിധാനം എന്ന ആശയം. മതത്തിന്റെ നീരാളി പിടുത്തത്തിൽ യൂറോപ്പ് ആകെ തന്നെയും നൂറ്റാണ്ടുകളോളം ഇരുട്ടിലകപ്പെടുക മാത്രമല്ല, മനുഷ്യന്റെ ശാസ്ത്രീയ ചിന്തയെയും മാനവീയ ചിന്തയെയും ഒക്കെ തന്നെ ക്രൂരമായും പീഡനങ്ങൾക്കിരയാക്കിയ ഒരു നീണ്ട കറുത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ ഒരു സ്വാഭാവികമായ പ്രതികരണം എന്ന നിലക്കാണ് സെക്യുലറിസം എന്ന ആശയം യൂറോപ്പിൽ രൂപപ്പെടുന്നത്. ആ ആശയത്തോട് വളരെയധികം സ്വാധീനം തോന്നിയ നമ്മുടെ ദേശീയ നേതാക്കൾ, ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ദേശീയ നേതാക്കളാണ് ഇന്ത്യ ഒരു മതരാഷ്ട്രമായി കൂടാ, ഒരു മതേതര രാഷ്ട്രമാവണം എന്ന് ആഗ്രഹിച്ചതും അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതും. ആ ശ്രമത്തിൽ അവർക്ക് വളരെയേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി നമുക്ക് സ്വന്തമായി ഒരു റിപ്പബ്ലിക് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, സ്വന്തമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഗഹനമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിൽ തന്നെ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു പ്രബലമായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗത്തോട് ശക്തമായി ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെയാണ് അംബേദ്കറും നെഹ്റുവിനെ പോലെയുള്ള സെക്യുലറായി ചിന്തിക്കുന്ന നേതാക്കന്മാര്
നമുക്ക് മതേതരത്വം എന്ന ആശയം സംഭാവന ചെയ്തു. അതനുസരിച്ച് നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തിയത്. ആ പോരാട്ടത്തിൽ മതപക്ഷപാതികൾ തൽക്കാലം പത്തി താഴ്ത്തിയിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ അന്ന് താൽക്കാലികമായി പത്തി താഴ്ത്തിയവർ ഇന്ന് പത്തി മറ്റേതിനേക്കാൾ മുകളിൽ ഉയർത്തി നിൽക്കുന്ന ഭീകരമായ കാഴ്ചയാണ് ഇന്ന് രാജ്യത്ത് കാണുന്നത്. ഭരണ സംവിധാനങ്ങളെ മതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുക എന്നത് മാത്രമല്ല, നിയമ സംവിധാനം, നിയമവ്യവസ്ഥ, അതിനകത്ത് മതത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കരുത് എന്ന് സെക്യുലറിസം സിദ്ധാന്തിക്കുന്നു. രാഷ്ട്രം കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസം, നമ്മുടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഏറ്റവും സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനമാണ് രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ട വിദ്യാഭ്യാസ പ്രക്രിയ. ആ വിദ്യാഭ്യാസ പ്രക്രിയയിലും മതം മാറി നിൽക്കണം. മതനിരപേക്ഷമായ വിദ്യാഭ്യാസമാണ് ഒരു രാഷ്ട്രത്തിന്റെ സമൂഹത്തിന് നൽകേണ്ടത് എന്ന വിഭാവനം ചെയ്യുന്നു സെക്യുലറിസം. രാജ്യത്തിന്റെ പൊതുവ്യവഹാരങ്ങൾ, ഭരണകൂടം നേരിട്ടോ പരോക്ഷമായോ ഏർപ്പെടുന്ന പൊതുവ്യവഹാരങ്ങളിൽ നിന്നെല്ലാം തന്നെ മതത്തെ മാറ്റി നിർത്തണമെന്നാണ് സെക്യുലറിസത്തിന്റെ കാതലായ പക്ഷം. ഇതൊക്കെയാണ് സെക്യുലറിസത്തിന്റെ വക്താക്കൾ വിഭാവനം ചെയ്തതെങ്കിൽ, ഇതൊക്കെ അനുസരിച്ചാണ് നമുക്ക് ഭരണഘടന തയ്യാറാക്കിയതെങ്കിൽ, മനോഹരമായ ഒരു ഭരണഘടന അനുസരിച്ച് ഭരണം തുടങ്ങിയ നമ്മള് 5-6 പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? ഈ ചോദ്യത്തിൽ നമ്മുടെ രാജ്യം മതരാഷ്ട്രമാണോ മതേതര രാഷ്ട്രമാണോ എന്ന ചോദ്യത്തിൽ മതരാഷ്ട്രമാണ് എന്നിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. മതരാഷ്ട്രമാണ് എന്ന് ഇനി നമുക്ക് തെളിയിക്കണമെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ABCD തൊട്ട് തുടങ്ങേണ്ടതുണ്ട്. ഭരണഘടനയിൽ സെക്യുലർ എന്നൊരു പദം എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ, സെക്യുലർ, സോവറിൻ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന് എഴുതി ചേർത്തിട്ടുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ എന്താണ് സെക്യുലറിസം എന്നതിന് കൃത്യമായ ഒരു നിർവചനം നമ്മുടെ ഭരണഘടനയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ നിർവചനമോ കൃത്യമായ വിശദീകരണമോ ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര, നേരത്തെ കൃഷ്ണദാസ് സൂചിപ്പിച്ച ഒരു വല്ലാത്ത വൈവിധ്യങ്ങളുള്ള ഒരു ബഹു സംസ്കാരമുള്ള ഒരു രാജ്യത്ത്, ബഹുമത രാജ്യത്ത് ഈ മതേതരത്വം കൃത്യമായ നിർവചനമില്ലാതെ, കൃത്യമായ വിശദീകരണങ്ങളില്ലാതെ നടപ്പിലാക്കിയപ്പോൾ വളരെ വികലമായ രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചു പോയത്. സ്റ്റേറ്റും മതവും തമ്മിൽ വേർതിരിക്കുക എന്നിടത്ത് നിന്ന് മാറി സ്റ്റേറ്റ് മതങ്ങളെ മാറി മാറി പ്രീണിപ്പിക്കുക എന്നിടത്തേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പുറകോട്ട് സഞ്ചരിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നൂറ്റാണ്ടുകളോളം നമ്മളെ അടക്കി ഭരിച്ച സമയത്ത് അവരുടെ കാൽക്കീഴിൽ നിന്ന് മണ്ണ് ചോർന്നു പോകുന്നു എന്ന് തോന്നിയ സന്ദർഭങ്ങളിലെല്ലാം പ്രയോഗിച്ച ഒരു തന്ത്രം, ഇന്ത്യയിലെ ഈ സാമൂഹ്യ ഘടന നോക്കി അവിടെ വളരെ എളുപ്പത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു തന്ത്രം, ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ചാൽ കുറച്ചു കാലം കൂടി നമ്മുടെ ആയുസ് നീട്ടിക്കെടുക്കാം എന്ന് ബ്രിട്ടീഷുകാർ കണക്കുകൂട്ടി. അതേ സൂത്രം തന്നെയാണ് വെള്ളക്കാരനെ മാറ്റിയിട്ട് വന്ന നാട്ടുകാരൻ സാഹിബിന്റെ ഭരണത്തിൽ സംഭവിച്ചത്. കോൺഗ്രസിന്റെ ഭരണം കുറച്ചു കാലമൊക്കെ നെഹ്റുവിന്റെ പാരമ്പര്യം തുടർന്ന് കോൺഗ്രസ് നെഹ്റുവിന്റെ കാലശേഷം ആ പാരമ്പര്യത്തിൽ നിന്ന് പുറകോട്ട് പോയി. പിന്നീട് എന്താണ് സംഭവിച്ചത്? കോൺഗ്രസിന്റെ അധികാരത്തിന് ഇളക്കങ്ങൾ സംഭവിച്ച രാഷ്ട്രീയ മാറ്റങ്ങൾ നാട്ടിലുണ്ടായപ്പോൾ കോൺഗ്രസും അതേ തന്ത്രം ഉപയോഗിച്ചു. ജനങ്ങളെ മതത്തിന്റെ പേരിൽ പരസ്പരം ഭിന്നിപ്പിക്കാനോ പരസ്പരം പീഡിപ്പിച്ച് കൂടെ നിർത്താനോ ഉള്ള ശ്രമങ്ങൾ നടത്തി. നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ഇന്ദിരാഗാന്ധി തനി ഹിറ്റ്ലറായി മാറിയ ഒരു കാലഘട്ടം. ഇന്ദിരാഗാന്ധിക്കെതിരായി അലഹബാദ് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ച ഒരു കേസിൽ ആ വിധി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ അധികാരത്തിൽ തുടരുക പ്രയാസകരമായി എന്ന് മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി പെട്ടെന്ന് നമ്മുടെ ജനാധിപത്യത്തിന്റെ കഴുത്ത് പിടിച്ചു ഞെക്കിക്കൊണ്ട് അടിയന്തരാവസ്ഥ കൊണ്ടുവരികയും എല്ലാ തരത്തിലുള്ള
ജനാധിപത്യ അവകാശങ്ങളെയും ധ്വംസിക്കുകയും ചെയ്തുകൊണ്ട് ഏകാധിപത്യ ഭരണം, സൈനിക ഭരണം ആരംഭിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി, പത്രസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി, എതിർപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ജയിലിൽ പിടിച്ചിട്ടു. അങ്ങനെ ഒരു ഭീകര ഭരണം നടപ്പിലാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിന്റെ അവസാനം തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പില് തോറ്റു ഭിന്നം പാടി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസ് തോറ്റമ്പിയ തെരഞ്ഞെടുപ്പായിരുന്നു. അതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചില ചലനങ്ങൾ ഉണ്ടായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കുത്തക അവസാനിച്ചു. കോൺഗ്രസ് അല്ലാത്ത കോൺഗ്രസ് ഇതര സംവിധാനങ്ങൾക്കും ഇന്ത്യയുടെ ഭരണം കൈയാളാമെന്ന അവസ്ഥ വന്നു. പക്ഷെ അതിനകത്ത് ഉണ്ടായ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം എന്തെന്ന് വെച്ചാൽ, അന്ന് ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റെല്ലാ വൈവിധ്യങ്ങളും മറന്നുകൊണ്ട് ഒന്നായി. അതിനകത്ത് ജനസംഘം ഉണ്ടായിരുന്നു, അങ്ങേയറ്റത്തെ വർഗീയ സംഘടനകളായ ജനസംഘം, ഇത് പിന്നീട് BJP ആയി മാറിയ ജനസംഘം ഉണ്ടായിരുന്നു. ഇപ്പുറത്തെ ഏറ്റവും പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് അന്ന് ഇന്ദിരാഗാന്ധിയെ താഴെയിറങ്ങി. പക്ഷെ പിന്നീട് നമ്മൾ എന്താണ് കണ്ടത്? പിന്നീട് അന്ന് വളരെ ചെറുതായി നിന്നിരുന്ന ജനസംഘവും ഹിന്ദു വർഗീയ സംഘടനയും ഇന്ത്യയിൽ ശക്തിപ്പെടുന്നതാണ് കണ്ടത്. അതിന് കാരണം എന്താണ്? ഇന്ദിരാഗാന്ധി പിന്നീട് ഒരു സന്ദർഭത്തിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഇന്ദിരാഗാന്ധി വീണ്ടും ഇതേ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അപ്പുറത്ത് പഞ്ചാബിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സിഖ് വർഗീയത വളർന്നു. ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ഒരു സിഖ് ഭീകരവാദിയെ പാലൂട്ടി വളർത്തി രാഷ്ട്രീയമായ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി. ആ ഭിന്ദ്രൻവാല അവസാനം ഇന്ദിരാഗാന്ധിയുടെ തന്നെ കൊലക്കത്തിയായി മാറി. സിഖ് തീവ്രവാദികള് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നു 1954. തുടർന്ന് നമ്മുടെ തലസ്ഥാന നഗരി കൂട്ടക്കുരുതിയുടെ കളമായി മാറി. ആയിരക്കണക്കിന് സിഖുകാരെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഡൽഹി പട്ടണത്തില് ഉയർന്ന നിലയിൽ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന വലിയൊരു വിഭാഗം സിഖുകാരായിരുന്നു. ഏറ്റവും കുറഞ്ഞ സിഖുകാരുടെ ഏറ്റവും കുറഞ്ഞ ജോലി ടാക്സി ഡ്രൈവർ, അതുമുതൽ മേലോട്ടുള്ള എല്ലാ ജോലിയിലും സിഖുകാരായിരുന്നു ഡൽഹി പട്ടണത്തിൽ ഉണ്ടായിരുന്നത്. അവരെ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയും. പ്രത്യേക വേഷം ധരിച്ച് നടക്കുന്നവരാണ്. അതുകൊണ്ട് കൊല്ലാൻ വളരെ എളുപ്പമായിരുന്നു. സിഖുകാരെ മുഴുവൻ ഓടിച്ചിട്ട് കൊന്നു. ആയിരക്കണക്കിന് സിഖുകാർ കൊല ചെയ്യപ്പെട്ടു. ആ കലാപത്തെ തുടർന്ന് ആ സിഖ് വിരുദ്ധ വികാരം ഹൈന്ദവ വികാരമാക്കി മാറ്റുന്ന തരത്തിലാണ് പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചത്. ഹിന്ദുക്കളെ പ്രലോഭിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സിഖ് വിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ടാണ് പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചത്. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവിച്ചു? ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറേ നിലപാടുകൾ, നമ്മുടെ മതനിരപേക്ഷതയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്ത ഒരുപാട് നിലപാടുകൾ പിന്നീട് ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായി. അതിനിടയ്ക്കാണ് ഷാബാനു ബീഗത്തിന്റെ കേസ് വരുന്നത്. ഷാബാനു ബീഗം കേസില് വിവാഹമോചനം ചെയ്യപ്പെട്ട ഷാബാനു ബീഗം എന്ന സ്ത്രീക്ക് അവരുടെ മുൻ ഭർത്താവ് ജീവനാംശം നൽകണമെന്ന് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായി. അത് താഴെ കോടതിയിൽ നിന്ന് ഇങ്ങനെ അപ്പീൽ പോയി അവസാനം സുപ്രീം കോടതി വിധി വന്നു. ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലെ വകുപ്പ് അനുസരിച്ച് വിവാഹമോചിതയ്ക്ക് വിവാഹമോചനം ചെയ്ത പുരുഷൻ പുനർവിവാഹം വരെയോ മരണം വരെയോ ജീവനാംശം നൽകണം എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അത് ക്രിമിനൽ നിയമത്തിലെ വ്യവസ്ഥയാണ്. അതനുസരിച്ച് കോടതി വിധി വന്നപ്പോൾ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകള് ഇന്ത്യയിൽ ഒന്നായിട്ട് ബഹളം ഉണ്ടാക്കി, കേരളത്തിൽ ബഹളം ഉണ്ടാക്കി, കോടതിയിൽ പോയിട്ട് പലതും വാദിച്ചു. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിം വർഗീയവാദികള് വലിയ ബഹളം ഉണ്ടാക്കിയപ്പോ അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി രാജീവ് ഗാന്ധി, അന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം പിന്നീട് ഒരു ഭരണമാറ്റം ഉണ്ടായി. അടുത്ത ഭരണത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം രാജീവ് ഗാന്ധി ശക്തിയായി തിരിച്ചു വന്നു. ആ കാലഘട്ടത്തില് ആ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്തു. മുസ്ലിം വനിതാ സംരക്ഷണ നിയമം എന്ന പേരില് മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം കൊടുക്കേണ്ടതില്ല എന്ന തരത്തിൽ ഒരു നിയമം കൊണ്ടുവന്നു. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും മറുപക്ഷം മുറുമുറുത്തു.
ഹിന്ദു വർഗീയവാദികള് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന്റെ പേരിൽ ഹിന്ദു വർഗീയവാദികള് മെച്ചപ്പാടുണ്ടാക്കി. അപ്പൊ അവരെയും പ്രീണിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഗംഗാ നദി ശുദ്ധീകരിക്കാൻ ഒരു 60 കോടി രൂപ എന്നാ പിടിച്ചു. ഗംഗാനദി 60 കോടിയോളൊന്നും ശുദ്ധിയാവില്ല, അന്നും ശുദ്ധിയാവില്ല, ഇന്ന് 6000 കോടി ചെലവാക്കിയാലും ശുദ്ധിയാവില്ല. ആ കോലത്തിലാക്കിയിട്ടുണ്ട് ഭക്തജനങ്ങളെല്ലാവരും കൂടെ പോയി. ആ ഗംഗാനദി ശുദ്ധീകരിക്കാൻ 60 കോടി നീക്കി വെച്ചുകൊണ്ട് ചെറിയൊരു പ്രീണനം. പോരാത്തതിന് അയോധ്യയില് ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഒരു 12 കോടി വേറെ. അയോധ്യയിൽ 10-40 കൊല്ലമായി നെഹ്റുവിന്റെ കാലം മുതലേ താഴിട്ട് കൂട്ടിക്കിടക്കുന്ന ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, ബാബറി മസ്ജിദ്. കാട് പിടിച്ച് കിടക്കാണ്. 10-40 കൊല്ലമായിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല, കൂട്ടിട്ട് കൂട്ടിക്കിടക്കാം. ഡിസ്പ്യൂട്ട് ഉണ്ടായതിനെ കുറിച്ച് നെഹ്റുവിന്റെ കാലത്ത് കൂട്ടിക്കിടക്കാം. ആ കൂട്ട് തുറന്നു കൊടുക്കാൻ ഉത്തരവിട്ടു രാജീവ് ഗാന്ധിയുടെ കാലത്ത്. എന്തിനാണ്? തൽക്കാലം ഹിന്ദുക്കളെ ഒന്ന് സമാധാനിപ്പിക്കും. ആ കൂട്ട് തുറന്നു കൊടുക്കാനും അവിടെ രാമവിഗ്രഹം വെച്ച് ആരാധിക്കാനുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ക്ഷേത്രം പണിയാൻ 12 കോടി രൂപ നീക്കി വെക്കുകയും ഗംഗാ നദി ശുദ്ധീകരിക്കാൻ 60 കോടി നീക്കി വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു വർഗീയ കളി അവിടെ നടന്നു. അങ്ങനെയാണ് അയോധ്യ എന്ന് പറയുന്ന ഒരു ആയുധം ആർക്ക് കിട്ടുന്നത്? രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി ജയിച്ചു വന്ന ആ തെരഞ്ഞെടുപ്പിൽ വെറും 2 MP മാത്രം ഉണ്ടായിരുന്ന ജനസംഘത്തിന്, BJPക്ക് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലെ കയറിയിരിക്കാവുന്ന തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിനെല്ലാം തുടക്കം കുറിച്ചത് ഈ നടന്നു. അയോധ്യ എന്ന പ്രശ്നം ഇന്നിപ്പോ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വേറെ ഒരു കാര്യം പറയാനില്ല. ഇപ്പൊ വീണ്ടും തുടങ്ങി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ വീണ്ടും തുടങ്ങി. ശ്രീനിവാസന്റെ ഏതൊരു പഴയ പടത്തിൽ കണ്ടിട്ട് ശ്രീനിവാസൻ ഒരു തൊണ്ട കലക്കിയിട്ട് ഒരു പാട്ട് ഇങ്ങനെ പാടും. എവിടെ ചെന്നാലും ഒരു പാട്ടാ പാടും. ആകെ ഒരു പാട്ടേ അറിയുള്ളൂ. ആ പാട്ട് പാടി ഞാൻ പാട്ടുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ പാട്ട് ഇങ്ങനെ എല്ലായിടത്തും നിന്ന് പാടുന്നത് കാണും. ഇതേപോലെയാണ് BJPയുടെ അവസ്ഥ. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അവർക്ക് അയോധ്യ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു രഥയാത്രയും ഒരു യാത്രയും നടത്തും. ഇപ്പൊ യാത്ര തുടങ്ങിയിരിക്കുകയാണ്, ഇലക്ഷൻ അടുത്തു. അപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ ഒരു അമ്പലയാത്ര നടത്തിക്കൊണ്ട് ഈ ഒരു ഹിന്ദു വികാരം മാത്രം വോട്ടാക്കി മാറ്റിക്കൊണ്ട് അധികാരത്തിൽ വരാമെന്ന വ്യാമോഹം ഇന്നും വെച്ചു പുലർത്തുകയാണ് ഇന്ത്യയിലെ ഒരു പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനം. അത്തരത്തിൽ ഹിന്ദു വർഗീയതയെ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാക്കി തീർത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഞാനീ പറഞ്ഞ തെറ്റായ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഭരണകൂടങ്ങളുടെ മാറി മാറി വന്ന നിലപാടുകളാണ്. അയോധ്യ ഒരു രാഷ്ട്രീയ ആയുധമാക്കി അന്ന് ഇട്ടുകൊടുത്തതാണ്. പിന്നീട് ഭരണകൂടം ഇത് തന്നെ ചെയ്തു. മതപ്രീണനമാണ് ഒരു ഭരണ സംവിധാനത്തിന്റെ പ്രധാന ചുമതല എന്ന മട്ടിലാണ് പെരുമാറിയത്. നമുക്കറിയാം, ഇന്ത്യയില് ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമം പോപ്പുലറായ ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ്. 80കളിൽ ഗ്രാമങ്ങളിലെല്ലാം തന്നെ ദൂരദർശന്റെ ടെലിവിഷൻ വന്നു. ഇന്നത്തെ പോലെ കുറെ ചാനലൊന്നുമില്ല. ദൂരദർശൻ എന്ന് പറയുന്ന ഇന്ത്യ സർക്കാർ നേരിട്ട് നടത്തുന്ന മാധ്യമം, TV ചാനൽ മാത്രമേ ഉള്ളൂ. ആ ദൂരദർശൻ എന്ന TV ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ലഭ്യമായി തുടങ്ങി. എന്തിനു വേണ്ടിയാണ് TV ഉപയോഗിച്ചത്? നിങ്ങൾ കുറച്ച് പ്രായമുള്ളവരൊക്കെ ഓർക്കുന്നുണ്ടാവും. ശാസ്ത്രം പഠിപ്പിക്കാനല്ല, ജനങ്ങളുടെ വിദ്യാഭ്യാസം ഉണ്ടാക്കാനല്ല ഉപയോഗിച്ചത് 2 സീരിയൽ കാണിക്കാനായിരുന്നു. ഒന്ന് രാമായണം, ഒന്ന് മഹാഭാരതം. എന്താ ഉണ്ടായത്? ആ സീരിയൽ കണ്ടു, ഇന്ത്യയിലെ ജനങ്ങളൊക്കെ ആ സീരിയൽ കണ്ടു. അതിൽ രാമനെ നേരിട്ട് കാണുക, സീതയെ നേരിട്ട് കാണുക, കൃഷ്ണനെ നേരിട്ട് കാണുക. ആ സീരിയലുകളിൽ രാമനും കൃഷ്ണനും സീതയും ഒക്കെ ആയി അഭിനയിച്ച ആളുകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ MP ആവും. അവർക്ക് വേറെ ഒരു ഏർപ്പാടും ചെയ്യേണ്ടി വന്നില്ല. സീതയും രാമനും ശ്രീകൃഷ്ണനും ഒക്കെ പാർലമെന്റിലേക്ക് MP ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. എന്നാൽ എന്താണ് ജവഹർലാൽ നെഹ്റു ഒരു മതേതര രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യയെ വിഭാവനം ചെയ്തപ്പോ നെഹ്റു വിഭാവനം ചെയ്ത എന്തായിരുന്നു? അതിന്റെ ഒരു ചെറിയ ചിത്രം ഞങ്ങൾ കഴിഞ്ഞ ലക്കം, ജൂലൈ ലക്കം യുക്തിയുഗ മാസികയിൽ അവിടെ വെച്ചിട്ടുണ്ട്. യുക്തിയുഗ മാസികയില്
ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജയറാം രമേശിന്റെ ഒരു പ്രസംഗം ഞങ്ങൾ അതിൽ അച്ചടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗൗഹട്ടിയിലെ IIT എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തില് ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ജവഹർലാൽ നെഹ്റു അനുസ്മരണ പ്രഭാഷണത്തിന്റെ ട്രാൻസ്ലേഷൻ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഇത്തികം മാസികയിൽ ജയറാം രമേശാണ് ആ പ്രഭാഷണം നടത്തിയത്, കേന്ദ്രമന്ത്രി. അദ്ദേഹം അതിനകത്ത് വ്യക്തമായി നെഹ്റുവിന്റെ വ്യൂ ഓൺ സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രീയ മനോഭാവത്തെ കുറിച്ചുള്ള നെഹ്റുവിന്റെ കാഴ്ചപ്പാടാണ് അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. ആ കാഴ്ചപ്പാട് അനുസരിച്ച് ഒരു ഭരണകൂടം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം ഈ രാജ്യത്തുണ്ടാക്കിയിരുന്നുവെങ്കിൽ, ദൂരദർശനും ആകാശവാണിയും പോലുള്ള സർക്കാർ നേരിട്ട് നടത്തുന്ന മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ഒരു ജനകീയ ബോധവൽക്കരണത്തിന് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യം ലോകത്തെ ഏറ്റവും വലിയൊരു ശാസ്ത്ര ശക്തിയായി മാറിയത്. മറിച്ച് ഇന്ത്യ രാജ്യം ഇന്ന് എന്തായിട്ടാണ് മാറിയത്? അതിന് നമ്മള് ഇന്ത്യയുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി. നമ്മുടെ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്നത് ഇന്ന് അശാസ്ത്രീയമായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വേണ്ടിയാണ്. മതപ്രീണനം മാത്രമല്ല, മതപരമായിട്ടുള്ള ആചാരങ്ങളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി, അതിനെ ജനകീയമാക്കുന്നതിന് വേണ്ടി, അതിനെ നമ്മുടെ മതേതര സംവിധാനത്തിന്റെ രാഷ്ട്രത്തിന്റെയും ഭരണകൂടത്തിന്റെയും ഭാഗമാക്കുന്നതിന് വേണ്ടിയുള്ള വികലമായ നടപടികളാണ് ഭരണകൂടങ്ങൾ തുടർന്നു വന്നത്. ഇപ്പോ മതേതര ചിന്താഗതിയുള്ള ആളുകളുടെ ചില ഫോസിലുകൾ മാത്രമേ നമ്മുടെ ഭരണ സംവിധാനത്തിലൊക്കെ ബാക്കിയുള്ളൂ. അത്തരം ചില ഫോസിലുകളിൽ ഒരാളാണ് ജയറാം രമേശിനെ പോലുള്ള ആളുകൾ. പക്ഷെ അവർക്ക് പോലും മതനിരപേക്ഷത ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുന്നു. AK ആന്റണിയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി. AK ആന്റണി ഒരു മത പാരമ്പര്യമുള്ള ആളല്ല, ഒരു മതഭ്രാന്തനോ മതവിശ്വാസിയോ അല്ല. അദ്ദേഹം ഒരു മതേതരവാദിയാണ്, സെക്യുലർ ആണെന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത്. പ്രതിരോധ മന്ത്രി AK ആന്റണി 2 ആഴ്ച മുമ്പ് കൊച്ചിയിൽ വന്നു. അവിടെ ഒരു കലാപരിപാടി നടന്നു. നമ്മുടെ പ്രതിരോധ വകുപ്പിന് വേണ്ടി കൊച്ചിയിൽ നിർമ്മിച്ച ഒരു വിമാനവാഹിനി കപ്പൽ അല്ലെ INS വിക്രാന്ത് കടലിലിറക്കി. ആന്റണിയുടെ ഭാര്യയാണ് കടലിലിറക്കിയത്. അങ്ങനെയാണ് ഭാര്യമാരുടെ മന്ത്രിമാരുടെ ഭാര്യമാരെ ഇറക്കുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഇറക്കിയത് ആന്റണിയുടെ ഭാര്യയാണ്. പക്ഷെ ഇറക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്തു? ജ്യോത്സ്യനെ കണ്ട് മുഹൂർത്തം നിശ്ചയിച്ചു, തേങ്ങ ഉടച്ച് വിഘ്നം മാറ്റി, പൂജ നടത്തി. എന്തൊക്കെ നടത്താമോ ഹൈന്ദവ സവർണ ആചാരമനുസരിച്ച് ഒരു ചടങ്ങിൽ എന്തൊക്കെ കോപ്രായങ്ങൾ നടത്താമോ, അശാസ്ത്രീയമായ അന്ധവിശ്വാസ ജടിലമായ എന്തൊക്കെ കോപ്രായങ്ങൾ നടത്താമോ അതെല്ലാം നടത്തിയതിനു ശേഷമാണ് കപ്പല് കടലിലിറക്കിയത്. ഒരുപക്ഷെ ആ കപ്പലിൽ ഇനി ഒരു ആറ്റുകാൽ രാധാകൃഷ്ണൻ പോലുള്ള ഒരു ജ്യോത്സ്യരെയും സ്ഥിരമായി നിയമിക്കും ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ട്. കാരണം അവിടുന്ന് വിമാനം വരുമ്പോ പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വിമാനം പുറപ്പെട്ട് കഴിയുമ്പോൾ അതിനെതിരെ മിസൈൽ വിടണമെങ്കിൽ മുഹൂർത്തം നോക്കണ്ടേ? അപ്പൊ ജ്യോത്സ്യനെ വെച്ചിട്ട് എപ്പോഴാണ് മിസൈൽ വിടേണ്ടതെന്ന് ജ്യോത്സ്യൻ കബഡി നിരത്തി ഒക്കെ നോക്കിയിട്ട് നിശ്ചയിക്കും. ആ വിട്ടോളൂ എന്ന് പറയുമ്പോൾ പൂജയൊക്കെ നടത്തിയിട്ട് തേങ്ങ കുറച്ചിട്ട് നമ്മൾ വിടും. അപ്പോഴേക്ക് നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും. ആ വിമാനവാഹിനി കപ്പലിൽ നിന്നൊരു വിമാനം പറന്നുയരണമെങ്കിൽ ജ്യോത്സ്യൻ മുഹൂർത്തം നോക്കണ്ടേ? യുദ്ധത്തിന്റെ സമയത്ത് നമുക്ക് മുഹൂർത്തം നോക്കാനും ജ്യോത്സ്യനെ കബഡി നിരത്താനും തേങ്ങ ഉടക്കാനൊക്കെ നേരണ്ടാവോ? അതിനൊക്കെ നിൽക്കുവോ? ഇല്ല. പിന്നെ എന്തിനാ ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ നേവിയുടെ ഒരു കപ്പൽ കടലിലിറക്കുമ്പോ എന്തിനാ പൂജയും? ഇത് നടത്തിയപ്പോ എഡിറ്റോറിയൽ എഴുതി ഇവിടെ ഒരു പത്രം അതിനെതിരായിട്ട് ഇന്ത്യൻ മതേതരത്വത്തിന്റെ അടിസ്ഥാന തത്വത്തിനെതിരാണ് നടത്തിയതെന്ന് പറഞ്ഞിട്ട് എഡിറ്റോറിയൽ എഴുതിയ ഒരു പത്രം. ആ പത്രത്തിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചിരിക്കും. കാന്തപുരം മുസ്ലിയാർ ഇറക്കുന്ന സിറാജ് എന്നുള്ള പത്രം. മാതൃഭൂമിയിലോ മനോരമയിലോ ദേശാഭിമാനിയിലോ അതിനെതിരായിട്ട് ഒരു പരാമർശം പോലും, എഡിറ്റോറിയൽ പോയിട്ട് ഒരു വാർത്ത പോലും വന്നിട്ടില്ല. മതേതര പത്രങ്ങൾക്കൊന്നും അതൊരു വിഷയമായില്ല. കാന്തപുരം മുസ്ലിയാർക്ക് തോന്നി, ആയിക്കടാ ഇത് മതേതരത്വത്തിനെതിരാണല്ലോ, എന്താ കാര്യം?
ഞാൻ പറയണ്ടല്ലോ മുസ്ലിയാർക്ക് ഇതിനോട് എന്താ ദേഷ്യം വരാൻ കാരണം ഞാൻ പറയാതെ അറിയാലോ. അവിടെ ഫാത്തിഹ ഓതി യാസീൻ ഓതി ദുആരൊക്കെയാണ് കിട്ടിയിരുന്നെങ്കിൽ മുസ്ലിയാർക്ക് ഒരു പരാതി ഉണ്ടാവില്ല. മറ്റവർക്ക് ചെയ്തു എന്നുള്ളതാണ് പരാതി. അപ്പോഴാണ് മതേതരത്വത്തിന്റെ ബോധം ഉണ്ടായി. അതാണ് നമ്മുടെ മതേതരത്വം. ഈ രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. എല്ലാ തരം അന്ധവിശ്വാസങ്ങൾക്കും നമ്മുടെ സർവകലാശാലകളിൽ ബിരുദ കോഴ്സുകൾ നടത്തുന്നു. BJP ഭരണത്തിൽ വന്നപ്പോൾ പുതിയ കോഴ്സുകൾ തുടർന്നു. അതിന് മുമ്പ് അതിന് ശേഷമൊക്കെ വരുന്നുണ്ട്. അശാസ്ത്രീയമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങൾക്കും പാരമ്പര്യ ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞ എല്ലാ യുനാനി മുതൽ ഹോമിയോപ്പതി മുതൽ മന്ത്രവാദം വരെയുള്ള എല്ലാ ചികിത്സയ്ക്കും നമ്മൾ മെഡിക്കൽ ബിരുദം കൊടുക്കുന്നു. എവിടെയാണ് നമ്മുടെ ശാസ്ത്രീയ മനോഭാവം? ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച ശാസ്ത്ര മനോഭാവം എവിടെയും കാണുന്നില്ല. ഇനി നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്താണ്? എല്ലാ മതങ്ങളെയും തുല്യമായി പ്രീണിപ്പിക്കാന്നുള്ളിടത്താണ് ഇപ്പൊ നമ്മുടെ മതേതരത്വം നിൽക്കുന്നത്. അത് എങ്ങനെ ചെയ്താലും തുല്യാവില്ല. അത് ഒരു ഭാഗത്ത് ശരിയാകുമ്പോ മറ്റേ ഭാഗം പൊന്നും. അപ്പൊ അവര് ബഹളം വെക്കും. അപ്പൊ അവിടെ ഒന്ന് ചവിട്ടും. അവിടെ താക്കുമ്പോ ഇവിടെ പൊന്നും. ഇങ്ങനെ പ്രീണിപ്പിച്ച് അവസാനം ഇവിടെ എന്തായി? മതേതരത്വം തീരെ ഇല്ലാണ്ടായി. മതം മാത്രം ബാക്കിയായി. മതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് പൊതുഖജനാവിലെ പണം മുഴുവൻ ചെലവഴിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കണ്ടായി. ഹജ്ജിന് പോകാൻ സബ്സിഡി കൊടുക്കുന്നു. നമ്മുടെ ഭരണഘടനയ്ക്ക് പ്രത്യക്ഷമായി വിരുദ്ധമാണത്. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണം മതപരമായ കാര്യങ്ങൾക്ക് ഒരു മതത്തിന്റെയും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് മതക്കാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതും മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി, അയാളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയതിനു ശേഷം ബാക്കി പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താലേ ശരിയാവൂ എന്നാണ് മതം പറയുന്നത്. ലോൺ എടുത്തിട്ട് പോലും ഹജ്ജ് ചെയ്താൽ ഹജ്ജ് ശരിയാവില്ല, സ്വർഗത്ത് പോവില്ല. നേരെ മറിച്ച് അയാളുടെ കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റിയതിനു ശേഷം മിച്ചമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് മാത്രമേ ഹജ്ജ് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ചെയ്താലേ ഹജ്ജ് പുണ്യമാവൂ എന്നാണ് മതവിശ്വാസം. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സബ്സിഡി കൊടുത്തിട്ട് ഹജ്ജിന് വരണ്ടെന്ന് സൗദി ഗവൺമെന്റ് പറഞ്ഞതാ. സബ്സിഡി വാങ്ങി ചെയ്താൽ ഹജ്ജ് ശരിയാവില്ലെങ്കിൽ അങ്ങനെ വരണ്ടെന്ന് സൗദി ഗവൺമെന്റ് പറഞ്ഞതാ. പക്ഷെ നമ്മൾ കൊടുക്കുക എത്ര? 40,000, 50,000, 1,00,000 രൂപ വരെ ഓരോ ആൾക്കും നമ്മൾ ഹജ്ജിന് സബ്സിഡി കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിരോധിച്ച മൃഗബലി അവിടെ പോയി ചെയ്യാം. ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ നിരോധിച്ച മൃഗബലി അക്കത്ത് പോയി നടത്താനാണ് ഇന്ത്യ ഗവൺമെന്റ് സബ്സിഡി കൊടുത്ത് പറഞ്ഞയക്കുന്നത്. അതിന്റെ വൈരുദ്ധ്യം നോക്കും നിങ്ങൾ. അത് ഒരു കൂട്ടരോട് അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു കൂട്ടരോട്. നമ്മുടെ അമർനാഥ് ക്ഷേത്രത്തില് അവിടെ ഐസ് കൊണ്ടുള്ള ശിവലിംഗം ഉണ്ട്. എല്ലാ കാലത്തും ഉണ്ടാവില്ല, ഒരു പ്രത്യേക കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ശിവലിംഗം രൂപപ്പെടുന്ന കാലത്ത് തീർത്ഥാടനം പോകുക ഇന്ത്യക്കാരാണ്. തീർത്ഥാടനം പോയിക്കോട്ടെ, പക്ഷെ ആ തീർത്ഥാടനത്തിന് പോകുന്നത് കാശ്മീരിലെ ഭീകരവാദികളുടെ ഇടയിൽ കൂടെ പോകണം. അതുകൊണ്ട് ഒട്ടും സുരക്ഷിതമല്ല. ഭീകരവാദികളുടെ അക്രമത്തിന് പലപ്പോഴും ഈ തീർത്ഥാടകർ ഇരയാവുന്നു. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആർമി സംവിധാനങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മുടെ നാവിയുടെ ഹെലികോപ്റ്ററുകൾ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഈ തീർത്ഥാടകരെ പ്രൊട്ടക്ട് ചെയ്യണം. ഇന്ത്യ ഗവൺമെന്റിന്റെ ഖജനാവിലുള്ള ഒരു വലിയ സംഖ്യ, നമ്മുടെ സമ്പത്തിന്റെ ഒരു സിംഹഭാഗം തന്നെ ഇതുപോലെയുള്ള മതപരമായ ആചാരങ്ങൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി നീക്കിവെക്കുന്നു. മതം വരുമ്പോൾ നമുക്ക് നിയമമൊന്നും പ്രശ്നമല്ല. ഇപ്പൊ കേദാർനാഥില് നമ്മൾ കണ്ടു, ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കം ഉണ്ടായി. കേദാർനാഥിലെ ദൈവം അടക്കമെല്ലാം ഒലിച്ചുപോയി. അവിടെ ഒരു സിറ്റി പണിതിരിക്കുന്നു. നമ്മൾ ആ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവുന്നത്. അവിടെ നിന്ന് ചുറ്റും മലകളാണ്. ചുറ്റും മലകളുടെ ഉള്ളിലുള്ള ഒരു കുളം പോലുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് അപകടകരമാണെന്നും അത് പരിസ്ഥിതി വിരുദ്ധമാണെന്നും ജിയോളജിക്കൽ വകുപ്പും പരിസ്ഥിതി വകുപ്പും ഒക്കെ മുന്നറിയിപ്പ് നൽകിയതും നിയമം ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷേ ആ നിയമങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഈ അമ്പലത്തിന് ചുറ്റും
ഒരു സിറ്റി, ഒരു നഗരം തന്നെ പണിതു. ആ നഗരം ഒന്നടങ്കമാണ് ഒലിച്ചുപോയത്. അപ്പൊ നിയമങ്ങളൊന്നും തന്നെ ഇതിന് ബാധകമല്ല. എല്ലാ നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. മതവും മതവിശ്വാസവും മതപരമായ സെന്റിമെന്റ്സും നമ്മുടെ രാജ്യത്തിന്റെ, രാഷ്ട്രത്തിന്റെ ഡിഫൻസ് അടക്കമുള്ള പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മുഖത്തോട് മുഖം വന്നാൽ ഒരു മതനിരപേക്ഷ രാഷ്ട്രം എന്താ ചെയ്യേണ്ടത്? ഏതിന്റെ പക്ഷത്താ പ്രാധാന്യം നൽകേണ്ടത്? രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അതല്ല സംഭവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും നിസ്സാരമായ ഒരു മതപ്രശ്നം നമ്മുടെ രാഷ്ട്രത്തിന്റെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തിന് വിരുദ്ധമായി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രം രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യത്തിന്റെ പക്ഷത്തല്ല നിൽക്കുന്നത്, മറിച്ച് ഈ മത താല്പര്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. നാഷണൽ ഹൈവേ, ദേശീയ പാതകള്, നമ്മുടെ നാഷണൽ ഹൈവേകൾ എന്തിനുള്ളതാ? സമാധാന കാലത്ത് യാത്ര ചെയ്യാനും യുദ്ധകാലത്ത് മിലിറ്ററി മൂവ്മെന്റിനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ ദേശീയപാത. നമുക്ക് എത്ര പേർക്ക് അറിയാം? യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ദേശീയപാതകൾ അടച്ചിടാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. പട്ടാളത്തിന്റെ മൂവ്മെന്റിന് മാത്രമായിട്ട് അത് മാറ്റിവെക്കും. അതിനാണ് ദേശീയപാതകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റാണ് ദേശീയപാതയുടെ അധികാരി, ഉടമസ്ഥൻ. അങ്ങനെയുള്ള ഡിഫൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ദേശീയപാതയുടെ നടുവിൽ ഒരു ദിവസം സ്വയംഭൂവായി ഒരു വിഗ്രഹം പൊന്തി വന്നു വിചാരിക്കാം. അത് അവിടുന്ന് എടുത്ത് ദൂരെ എറിയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ രാജ്യ താല്പര്യം അനുസരിച്ച് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളെന്താ ചെയ്യുക? തൽക്കാലം ദേശീയപാത അവിടെ മുറിക്കും. എന്നിട്ട് വേറെ അതിലെ വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇടയിൽ കൂടെ കൊണ്ടാൻ പറ്റുകയും കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ദേശീയപാത വേണ്ട, എന്നാലും വിഗ്രഹത്തിനെ തൊടൂല. ഉണ്ട്, നമ്മുടെ ദേശീയപാതയുടെ നടുവിൽ മക്കുപറകൾ പൊന്തി വന്നിട്ടുണ്ട്, അമ്പലങ്ങള് പൊന്തി വന്നിട്ടുണ്ട്, പള്ളികൾ പൊന്തി വരുന്നുണ്ട്. ദേശീയപാതയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള സ്ഥലത്ത് കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് ദേശീയപാത വീതി കൂട്ടുമ്പോഴും പള്ളി പൊളിക്കില്ല, അമ്പലം പൊളിക്കില്ല, ദൈവങ്ങൾ പൊളിക്കില്ല, മക്കുപറ പൊളിക്കില്ല. കാരണം എന്താ? അത് പാടില്ല. അത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയാൽ ആ നിയമങ്ങൾ നടപ്പിലാവില്ല. ഈ രീതിയിൽ രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് മത താല്പര്യങ്ങൾ വിരുദ്ധമായി വരുമ്പോ മത താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാജീവ് ഗാന്ധി ചെയ്ത പണി. മുസ്ലിം വനിതാ നിയമം കൊണ്ടുവന്നത്. അതുപോലെ പല സന്ദർഭങ്ങളിലും അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പറയുന്നു ഒരു രാജ്യത്തിന്റെ നിയമം മതനിരപേക്ഷമായിരിക്കണം. പക്ഷെ നമ്മുടെ രാജ്യം പൂർണ്ണമായി മതനിരപേക്ഷ നിയമമാണോ? അല്ല. ഇവിടെ ഗോത്ര നിയമങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, മത നിയമങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പ്രാദേശികമായിട്ടുള്ള ട്രൈബൽ നിയമങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? സിവിൽ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും ഒരേ നിയമമല്ല. സ്വത്തവകാശ നിയമങ്ങൾ, വിവാഹ നിയമങ്ങൾ, വിവാഹമോചനം സംബന്ധിച്ച നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകൾ, പ്രശ്നങ്ങൾ, ഇതിലൊക്കെ തന്നെ ജാതിക്കും മതത്തിനും ഗോത്രത്തിനും വംശത്തിനും അനുസരിച്ച് നിയമങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ രാജ്യത്ത്. കാശ്മീരിലെ മുസ്ലിങ്ങളുടെ സ്വത്തവകാശ നിയമം ഇന്ത്യയിലെ മറ്റ് മുസ്ലിങ്ങളുടെ ശരീഅത്ത് നിയമമല്ല. കാസർഗോഡും കർണാടകയിലുമുള്ള കെയിമാരുടെയും അതുപോലെ തെക്കൻ ജില്ലകളിലെ റാവുത്തർ മുസ്ലിങ്ങളുടെയും ശരീഅത്ത് നിയമം സാധാരണ മുസ്ലിങ്ങളുടെ ശരീഅത്ത് നിയമം അനുസരിച്ചല്ല. സുലൈമാൻ സേട്ടുവിന് ബാധകമായ ശരീഅത്ത് നിയമം കുഞ്ഞാലിക്കുട്ടിക്ക് ബാധകമായ ശരീഅത്ത് നിയമം രണ്ടാണ്. സേട്ടു നിയമം വേറെയാ. കാരണം സേട്ടുമാർ എന്ന് പറയുന്നത് വേറൊരു ഗോത്രമാണ്. ആ ഗോത്രത്തിന് വേറെ നിയമം. അവരുടെ സ്വത്തവകാശ നിയമം മരുമക്കത്തായ അനുസരിച്ച, കുഞ്ഞാലിക്കുട്ടിയുടെ സ്വത്തവകാശം മക്കത്തായ അനുസരിച്ച. കാശ്മീരിലെ സ്വത്തവകാശം സ്ത്രീകൾക്ക് സ്വത്തവകാശം തന്നെ ഇല്ല. ഇസ്ലാം ശരീഅത്തില് സ്ത്രീക്ക് പകുതി സ്വത്തവകാശമുണ്ട്, കാശ്മീരിലെ പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശമേ ഇല്ല. ഇങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ സിവിൽ നിയമങ്ങളുടെ പേരിൽ നിലനിൽക്കുന്നു. അവിടെ നമ്മള് പൊതു സിവിൽ നിയമം വേണം എന്ന് പറയുന്നു. എന്തിനാണ് പൊതു സിവിൽ നിയമം വേണം പറയുന്നത്? ഒരു രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ വേണ്ടി മാത്രമല്ല. അതിനേക്കാൾ പ്രധാനമായ പ്രശ്നം ഈ സിവിൽ നിയമങ്ങൾ പലതും നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യാവകാശ തത്വങ്ങൾ, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പൊതുവായ സാമാന്യ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്.
അങ്ങനെ ഭരണഘടനക്കുള്ളിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ ഉള്ളിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ ആ വൈരുദ്ധ്യങ്ങൾ പതുക്കെ പതുക്കെ ഇല്ലാതാക്കണം. അങ്ങനെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കി പൊതു നിയമം കൊണ്ടുവരാം എന്ന കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഇവിടെ വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടാക്കിയത്. കാരണം ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ച് യൂണിയൻ വലിയ രാഷ്ട്രമായി ഉണ്ടാക്കുമ്പോൾ ഈ പല പ്രദേശങ്ങളിലുള്ള ആളുകളെ ഒരുമിപ്പിച്ചു നിർത്താൻ പൊതു നിയമം ഉണ്ടാക്കുക, ഒറ്റയടിക്ക് ഉണ്ടാക്കുക പ്രായോഗികമല്ലാത്തതുകൊണ്ടായിരുന്നു ഇങ്ങനെ വ്യത്യസ്ത നിയമങ്ങൾ നിലനിർത്തിയത്. പക്ഷെ 60 കൊല്ലം കഴിഞ്ഞിട്ടും 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മളിപ്പോഴും ആ നിയമങ്ങൾ നിലനിർത്തുക മാത്രമല്ല കൂടുതൽ കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഏക സിവിൽ കോഡ് വേണമെന്ന് നമ്മൾ പറയുന്നത് ഏക സിവിൽ കോഡിലൂടെ ഏകീകരിക്കുക എന്നതിന്റെ പ്രാധാന്യം കൊണ്ട് മാത്രമല്ല, മറിച്ച് നിലനിൽക്കുന്ന വ്യക്തി നിയമങ്ങൾ പലതും അടിസ്ഥാന മനുഷ്യാവകാശ തത്വങ്ങൾക്കും നമ്മുടെ തന്നെ ഭരണഘടനാ തത്വങ്ങൾക്കും ഇല്ല. അതിന് 1-2 ഉദാഹരണങ്ങൾ പറയാം. മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് 2-3 കാര്യങ്ങളിൽ നമ്മുടെ ഭരണഘടനയും ലോകം അംഗീകരിച്ചിട്ടുള്ള മനുഷ്യാവകാശ തത്വങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് മുസ്ലിം വ്യക്തി നിയമത്തിലെ പല വകുപ്പുകൾ. എങ്ങനെയാണ്? ജാതി, മതം, വർഗം, വർണ്ണം, ലിംഗം ഇത്യാദി ഭേദം കൂടാതെ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശങ്ങൾ എന്നാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. പക്ഷെ ഇവിടെ ലിംഗപരമായി തുല്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഏതെല്ലാം കാര്യങ്ങളിൽ? സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ. മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് സ്ത്രീകൾക്ക് പുരുഷന്റെ പകുതിയാണ് സ്വത്തവകാശം. സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ മരണാനന്തര അവകാശം, അനന്തരാവകാശമാണുള്ളത്. ഹിന്ദുക്കളെയോ പോലെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരുടെ സ്വത്തുക്കൾക്ക് മക്കൾക്ക് അവകാശമില്ല മുസ്ലിം നിയമം. അച്ഛനമ്മമാര് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്തില് അനന്തരാവകാശമാണ്. ഈ അനന്തരാവകാശം വിഭജിച്ചു കൊടുക്കേണ്ടത്, വിതരണം ചെയ്യേണ്ടത് ആണ് ഈസ്റ്റ് പെണ്ണ് സമം 2:1 എന്ന റേഷ്യോ. ആകെ സ്വത്തുക്കളെ പുരുഷന്മാർക്ക് 2 സ്ത്രീകൾക്ക് 1 വീതം ഓഹരികളാക്കിയിട്ട് അതനുസരിച്ച് വേണം വീതം വയ്ക്കാൻ. ഇനി പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഒരു കുടുംബത്തിൽ വിചാരിക്കും. അപ്പൊ എനിക്ക് 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. ഞാൻ മരിക്കുമ്പോൾ എന്റെ സ്വത്തിന് അവകാശികളായി 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്റെ സ്വത്തിന്റെ 3/2 ഭാഗം എടുത്തിട്ട് ഇവർക്ക് 2 ആൾക്കും വീതിച്ചു കൊടുക്കണം. ബാക്കി 1/1 സ്വത്ത് എന്റെ അകന്ന ബന്ധുക്കളായ പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ എന്റെ വാപ്പയോ അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠന്റെ മക്കളോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കാണ് കൊടുക്കുന്നത്. അവരാരും അവകാശങ്ങളായിട്ടില്ല എങ്കിൽ ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണം. എന്താ ബൈത്തുൽ മാല്? നമ്മുടെ ട്രഷറി, പൊതുഖജനാവ്, സർക്കാരിന്റെ ട്രഷറിക്ക് കൊടുക്കണം. എന്നാലും എന്റെ കുട്ടികൾക്ക് കൊടുക്കണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇനി എനിക്ക് ഒരു മകളെ ഉള്ളൂ വിചാരിക്കും. 2 മകളുണ്ടെപ്പോഴാണ് 3/2 പറഞ്ഞു. എനിക്ക് ഒരു മകള് മാത്രമേ ഉള്ളൂ. ഞാൻ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ സ്വത്തുക്കൾ മുഴുവൻ എന്റെ മകൾക്ക് കിട്ടേണ്ടതാണ് എന്നാണ് നമ്മുടെയൊക്കെ നീതിബോധം പറയുന്നത്. ഇന്നത്തെ നമ്മുടെ കുടുംബ വ്യവസ്ഥ അനുസരിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വത്തുക്കൾ എന്റെ മകൾക്ക് കിട്ടേണ്ടതാണ്. ഒരു മകളെ ഉള്ളൂ. പക്ഷേ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് എന്റെ സ്വത്തിന്റെ പകുതി മാത്രമേ എന്റെ മകൾക്ക് അവകാശമുള്ളൂ. ബാക്കി പകുതി ഞാൻ ഈ പറഞ്ഞതുപോലെ എന്റെ പുരുഷ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അവരില്ലെങ്കിൽ ബൈത്തുൽ മാൽ, പൊതുഖജനാവിലേക്ക് കൊടുക്കണം എന്നാണ് മുസ്ലിം. ഇവിടെ വളരെ പ്രകടമായി തന്നെ വിവേചനം നിലനിൽക്കുന്നു. എന്തിന്റെ പേരിലുള്ള വിവേചനം? ലിംഗപരമായ വിവേചനം. ആണ് പെണ്ണ് എന്നതിന്റെ പേരിലുള്ള വിവേചനം. ഇതിനൊക്കെ ന്യായീകരിക്കണം. മതത്തിന്റെ ആളുകൾ ഇതിനൊക്കെ ന്യായീകരിക്കും. പലതും പറഞ്ഞു. മനുസ്മൃതിയിലെ ന്യായീകരണം തന്നെ പറയുന്നു. സംരക്ഷിക്കേണ്ടത് പുരുഷനാണ്, അതുകൊണ്ട് സ്ത്രീകൾക്ക് സ്വത്തൊന്നും വേണ്ടതാണ്. പക്ഷെ ഇത് ഇന്നത്തെ കുടുംബ സംവിധാനത്തിൽ, കുടുംബ വ്യവസ്ഥയിൽ ഇത് അപ്രായോഗികമാണെന്നും അനീതിയാണ് എന്നും മത നേതാക്കൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? സുന്നി ആയാലും മുജാഹിദായാലും ജമാഅത്തായാലും ഏത് മത നേതാവായാലും അയാളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അയാൾക്ക് ആൺമക്കളില്ല എങ്കിൽ അയാൾ എന്താ ചെയ്യുന്നതെന്നറിയോ? അയാൾ അള്ളാനെ പറ്റിക്കുന്നു.
അള്ളാനെ പറ്റിച്ചിട്ട് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഈ സ്വത്ത് എങ്ങനെയെങ്കിലും തരികിട തിരുമറി ചെയ്തിട്ട് മക്കളുടെ പേരിലാക്കും. അതിന് ചില നിയമപരമായിട്ട് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ട്. വിശ്വദാനം ചെയ്യാൻ പറ്റില്ല, പിന്നെ വിൽക്കണം. മക്കൾക്ക് വിറ്റതായിട്ട് രേഖയുണ്ടാക്കിയിട്ടാണ് രക്ഷപ്പെടുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ നിയമം, അള്ളാഹു ആകാശത്ത് നിന്ന് നൂലുമ കെട്ടിയിറക്കിയ നിയമം തങ്ങളുടെ മക്കളോട് നീതി പുലർത്തുന്നില്ല എന്ന തോന്നല് അള്ളാഹുവിന്റെ സംരക്ഷകരായ മത നേതാക്കൾക്ക് തന്നെ ഉണ്ട് എന്നതിന് നിരവധി ദൃഷ്ടാന്തങ്ങൾ എന്റെ കുടുംബത്തിൽ പോലും എനിക്ക് നേരിട്ട് അറിയാവുന്ന നിരവധി മത സംഘടന നേതാക്കന്മാരെങ്ങനെ ചെയ്തതില്ല. എന്നാലും ഈ നിയമം ഒന്ന് മാറ്റിയിട്ട് തുല്യമാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. എന്താ കാരണം? അത് നമ്മുടെ മതത്തിന്റെ നിയമം, അത് ഞങ്ങളുടെ സാംസ്കാരിക തനിമ, അത് ഞങ്ങളുടെ അവകാശം എന്നാണ് പറയുക. അതാണ് ഏക സിവിൽ കോഡിന്റെ ചർച്ച വരുമ്പോഴൊക്കെ പറയുന്നതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ അവകാശം. അതുപോലെ നമ്മുടെ ഭരണഘടന അങ്ങനെ നിരുപാധികമായ മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ല. വളരെ കൃത്യമായ ഉപാധികളോടെ മാത്രമേ ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളൂ. മതവിശ്വാസ സ്വാതന്ത്ര്യവും മത ആചാര സ്വാതന്ത്ര്യവും മത അനുഷ്ഠാന സ്വാതന്ത്ര്യവും ഒക്കെ 2-3 കാര്യങ്ങൾക്ക് വ്യവസ്ഥാപിതമായി ഉപാധികളോടെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. എന്താണ്? രാജ്യത്തിന്റെ പൊതുസുരക്ഷ. രാജ്യത്തിന്റെ പൊതുസുരക്ഷയ്ക്ക് എതിരായ ഒരു മതാചാരവും ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടില്ല. രാജ്യം അംഗീകരിക്കുന്ന പൊതു സദാചാരം, ആ പൊതു സദാചാരത്തിന് വിരുദ്ധമായ കാര്യങ്ങള് ഇവിടെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ 2-3 കാര്യങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ എന്താ സംഭവം? അതെന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വിരുദ്ധമായി മതസ്വാതന്ത്ര്യം അനുവദിച്ചാൽ രാജ്യം തകരും. നേരത്തെ കൃഷ്ണദാസ് അല്ല പ്രൊഫസർ സംസാരിക്കുമ്പോൾ ഒരു കൃപാണിന്റെ കാര്യം അല്ലേ, ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, സിഖ് കാര്യത്തിൽ ഒരു വെട്ടുകത്തി കൊണ്ടു നടക്കണം. കൃപാണെന്ന് പറഞ്ഞാൽ ഒരു വെട്ടുകത്തിയാ. വെട്ടുകത്തി കൊണ്ടു നടക്കാമെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് വെട്ടുകത്തി കൊണ്ടു നടക്കുക എന്നുള്ളത്? കൃപാണം കൊണ്ടു നടക്കുക എന്നുള്ളത് സിഖുകാരന്റെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് തുടക്കം മുതലേ ബാധിച്ചത് കൊണ്ട് ഭരണഘടനയിൽ അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരിക്കൽ നമ്മുടെ ഒരു വിമാനം ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയത് ഈ കൃപാണം ഉപയോഗിച്ചിട്ടാണ്. സിഖ് തീവ്രവാദികള് ഇന്ത്യയിൽ വലിയ പ്രശ്നമായിരുന്നിരുന്ന കാലഘട്ടത്തിൽ അമൃത്സറിൽ നിന്ന് ലാഹോറിലേക്ക്, പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് ഒരു ഇന്ത്യൻ വിമാനം ഹൈജാക്ക് ചെയ്തത് ഒരു സിഖ് തീവ്രവാദി അയാൾക്ക് ഭരണഘടന അനുവദിച്ചു കൊടുത്ത വെട്ടുകത്തി ഉപയോഗിച്ചിട്ടാണ്. തോക്കൊന്നും ഉണ്ടായിരുന്നില്ല. വെട്ടുകത്തി കാണിച്ചു, കോക്പിറ്റിൽ കയറി വെട്ടുകത്തി കാണിച്ചു, പൈലറ്റിനെ തിരട്ടി പറപ്പിച്ചു, ലാഹോറിൽ കൊണ്ടേ ഇറക്കി. അതാ പറയുന്നത്, മതാചാരം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എതിരാണെങ്കിൽ ആ മതാചാരം ഇവിടെ അനുവദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അനുവദിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നടത്തി അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക്, അതുപോലെ രാജ്യത്തിന്റെ പൊതു സദാചാരം, പൊതു ധാർമ്മികത, ഈ പൊതു ധാർമ്മികതയ്ക്കും പൊതു സദാചാരത്തിനും അംഗീകരിക്കാൻ പറ്റാത്ത മതാചാരങ്ങൾ ഇവിടെ അനുവദിച്ചിട്ടില്ല. പക്ഷെ അത് നടക്കുന്നു. ഇപ്പൊ നിങ്ങൾക്കാർക്കെങ്കിലും പാലക്കാട് ടൗണിലൂടെ ഒന്ന് ന്യൂഡായിട്ട് നടക്കണം, വസ്ത്രമൊക്കെ അയച്ചിട്ടൊന്ന് ഫ്രീ ആയിട്ട് നടക്കണം എന്ന് വിചാരിച്ചിട്ട് പോയി നടന്നു നോക്ക്. നിങ്ങൾ കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും പോലീസ് നിങ്ങളെ പിടിച്ചുകൊണ്ടായിട്ട് ജയിലിടും, ലോക്കപ്പിലിടും. എന്താണ്? പൊതു സദാചാരം വകുപ്പുണ്ട്, ആ വകുപ്പ് വെച്ച് കേസെടുക്കും. തൊഴിൽ കൊടുക്കാൻ നടക്കാൻ പാടില്ല നമുക്ക്. പക്ഷേ 10 ലക്ഷം ആളുകളാണ് കുംഭമേളയിലേക്ക് കൂടി കൊടുക്കാതെ നടക്കുന്നത്. മതാചാരമാണ്. 10 ലക്ഷത്തോളം ആളുകൾ ഉണകം പോലും കൊടുക്കാതെ നടക്കുമ്പോ അവിടുത്തെ പട്ടാളവും പോലീസും ബാരിക്കേഡുകൾ നിരത്തി വേലി കെട്ടി സംരക്ഷിക്കുകയാണ് അവരെ. അതിനാണ് ഭരണകൂടം പൈസ ചെലവാക്കിയിട്ട് പോലീസിനെ പട്ടാളത്തെ ഇറക്കിയിട്ട് ഈ സദാചാര വിരുദ്ധ പ്രവർത്തനത്തെ പോലീസ് സംരക്ഷണം നൽകുന്നു. അവിടെ സദാചാര പ്രശ്നമല്ല. ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ, മാനസിക സമനിലയൊക്കെ ഒരു ഭ്രാന്തൻ കൊടുക്കാതെ പോവുകയാണെങ്കിൽ അവരെ പിടിക്കാൻ ഇവിടെ നിയമമുണ്ട്. പക്ഷേ കൂട്ടഭ്രാന്താണെങ്കിൽ ഒറ്റഭ്രാന്തനെ പിടിക്കുള്ളൂ, കൂട്ടഭ്രാന്താണെങ്കിൽ പിടിക്കില്ല. അവിടെയാണ് മത താല്പര്യങ്ങളും മതേതര രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യങ്ങളും തമ്മിൽ പരസ്പരം മുഖത്തോട് മുഖം നിൽക്കുമ്പോ
മതേതര രാഷ്ട്രം എവിടെ നിൽക്കണമെന്ന കാര്യത്തിൽ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ചങ്കുറപ്പില്ല. അവിടെ മതേതരത്വത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ആളുകളില്ല. മതേതരത്വം സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു ബഹുമത സിദ്ധാന്തം എന്ന നിലയ്ക്ക് നമ്മുടെ മതേതരത്വം സംരക്ഷിക്കാനുള്ള ബാധ്യത പോലും ഇവിടെ ആരായിട്ടെടുക്കുന്നത്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന എന്ന അർത്ഥത്തിൽ അങ്ങനെയാണ് മതേതരത്വത്തെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ കാണുന്നത്. അങ്ങനെയുള്ള അർത്ഥത്തിൽ പോലും നമ്മുടെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ ആരാണുള്ളത്? രാഷ്ട്രീയ പാർട്ടികളുണ്ടോ? കേരളത്തിലെ കാര്യം ഇവിടെ പറഞ്ഞു. ഓരോ ജാതിയും ഓരോ മതവും പ്രത്യേകം സംഘടിച്ച് അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വിലപേശൽ നടത്തുന്നു. ആ വിലപേശലിന്റെ ഏറ്റവും ഭീകരമായ ദുരിതമാണ് ഇപ്പൊ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം കുറവായതുകൊണ്ട് മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയും മാണിയൊക്കെ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പി.സി. ജോർജ് എന്ത് പറഞ്ഞാലും ആരൊന്നും മിണ്ടുന്നില്ല. എന്താ പ്രശ്നം? ഭൂരിപക്ഷം 2-3 ഉള്ളൂ. 2 ആളെ കൊണ്ട് പോയാൽ പി.സി. ജോർജ് അതിന് കൊടുക്കാനാ നമ്മൾ കണ്ടതാ. ഇവിടുന്ന് 3 ആളിൽ ചാടിച്ചോട്ട് അപ്പുറം പോയാൽ കഴിഞ്ഞ് മിണ്ടുന്നില്ല. ആ രീതിയിൽ അവിടെ മുസ്ലിം ലീഗുകാര് ഇന്ന് വരെ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നേടിക്കൊണ്ടിരിക്കുന്നു. 5ാം മന്ത്രി മുതലെല്ലാം അവർ നേടിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിമാരാരായെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കേണ്ടത് പാണക്കാട്ടെ തങ്ങളാ പ്രഖ്യാപിക്കുന്നത് അല്ലേ? പാണക്കാട്ടെ തങ്ങളുടെ പേരിലാണ് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നത് മഞ്ചേരിയിൽ. അതിന്റെ വൈരുദ്ധ്യം എന്താണെന്ന് അറിയാം. പാണക്കാട് തങ്ങൾ മന്ത്രവാദ ചികിത്സ നടത്തുന്ന വ്യാജ ചികിത്സകനാണ്. വെള്ളവും നൂലും മന്ത്രിച്ചൂതി കൊടുത്തുകൊണ്ട് മന്ത്രവാദ ചികിത്സ വീട്ടിൽ വെച്ച് നടത്തുന്ന ആയിരക്കണക്കിന് രോഗികളെ വ്യാജ ചികിത്സ നടത്തി നമ്മുടെ നിയമവിരുദ്ധമായ പ്രവർത്തനമായ ആ അങ്ങേർക്ക് ഏത് ചികിത്സാ ശാസ്ത്രത്തിലാണ് രോഗികളെ ചികിത്സിക്കാൻ സർട്ടിഫിക്കറ്റ് ഉള്ളത്? യുനാനി ഉണ്ടോ? ഹോമിയോപ്പതി ഉണ്ടോ? ആയുർവേദം ഉണ്ടോ? ഒന്നുമില്ല. മന്ത്രവാദത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അതുമില്ല. വ്യാജ ചികിത്സ നടത്തുന്നത്. റഹീം മേച്ചേരി അദ്ദേഹത്തെ കുറിച്ചൊരു ഡോക്യുമെന്ററി സിനിമ ഉണ്ടാക്കി വിദ്യാഭ്യാസ ചാനലിൽ കാണിച്ചിരുന്നു. അതിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഡോക്ടർമാര് രോഗികളെ നോക്കുന്നത് പോലെ ക്യൂ നിൽക്കുന്നു തങ്ങളുടെ അടുത്ത്. എന്നിട്ട് രോഗികൾ വരുമ്പോ അങ്ങനെ മുമ്പിൽ നെഞ്ചത്തൊക്കെ കൈവച്ച് പരിശോധിക്കുക. എന്നിട്ട് ഇങ്ങനെ കടലാസിൽ ലെറ്റർ പാഡിൽ കുറിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ പാഡ് കൊണ്ടുപോയിട്ട് അപ്പുറത്തുനിന്ന് മരുന്നും വാങ്ങിക്കൊണ്ട് പോകുന്നു. അപ്പൊ തങ്ങളെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. എന്ത് മരുന്നാ കൊടുക്കുന്നത്? മരുന്ന് എഴുതി കൊടുക്കാൻ ഇദ്ദേഹത്തിന് ആരാ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? അങ്ങനെ വ്യാജ ചികിത്സയും മന്ത്രവാദവും നൂലും മന്ത്രിച്ചൂതി കൊടുക്കുകയും ചെയ്യുന്ന തങ്ങൾ പാപ്പാന്റെ പേരില് വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനം മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ സ്ഥാപിക്കുന്നു. അങ്ങനെയുണ്ട്. ഗോവിന്ദചാമിയുടെ പേരിൽ ഹൈക്കോടതി സ്ഥാപിക്കും. ഈരപ്പന്റെ പേരിൽ സുപ്രീം കോടതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞതുപോലെ. എന്തുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ടി വരുന്നു? മതപ്രീണന രാഷ്ട്രീയം ആ തരത്തിലേക്ക് നമ്മുടെ രാജ്യത്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ രീതിയിൽ നമ്മുടെ മതേതരത്വം മതപ്രീണനമായും മതസംരക്ഷണമായും മാറിയ സാഹചര്യത്തിൽ യുക്തിവാദി പ്രസ്ഥാനം പോലെയുള്ള മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ സടകുടഞ്ഞെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ജനാധിപത്യം എന്ന വ്യവസ്ഥയുടെ ഒരു നാണയത്തിന്റെ മറുവശമാണ് മതേതരത്വം. മതേതരത്വം ഇല്ലെങ്കിൽ ജനാധിപത്യമില്ല, ജനാധിപത്യം ഇല്ലെങ്കിൽ മതേതരത്വം ഇല്ല. രണ്ടിനും ഒരുമിച്ച് നിലനിൽക്കാൻ പറ്റും. ആ മതനിരപേക്ഷതയെ, മതേതരത്വത്തെ സംരക്ഷിക്കണമെങ്കിൽ ജനങ്ങളുടെ ബോധതലത്തിൽ ഒരു സംസ്കാരം എന്ന നിലയിൽ ഇത് രണ്ടും വളർത്തുക. ഇന്ത്യൻ ജനാധിപത്യത്തിന് പറ്റിയ ഏറ്റവും വലിയ അപജയം ഇന്ത്യയിലെ 100 കോടിയിൽ പരം വരുന്ന ജനങ്ങൾ ജനാധിപത്യത്തിന്റെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഉള്ള മാനസിക വികാസം ഉണ്ടാകുന്നതിന് മുമ്പ് ജനാധിപത്യം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ആ ജനാധിപത്യം എന്തായി മാറി? ഫ്യൂഡൽ പ്രഭുക്കളുടെയും സമ്പന്ന വർഗത്തിന്റെയും ആധിപത്യമായിട്ട്, ഫ്യൂഡൽ ആധിപത്യമായിട്ട് അധപ്പതിച്ചു. അതുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന എല്ലാ പദ്ധതികളും ഈ ഫ്യൂഡൽ വ്യവസ്ഥയിൽ വിതരണം ചെയ്യപ്പെടുമ്പോൾ അവിടുന്ന് നിറച്ച ചാക്കിൽ താഴോട്ട് വരുന്നത് ആ പദ്ധതിയുടെ ഗുണഭോക്താവിന്റെ അടുത്തെത്തുമ്പോൾ ചോർന്നു കഴിഞ്ഞ കാലിച്ചാക്കായിട്ട് മാറും.
അവിടുന്ന് നിറഞ്ഞ ചാക്കാണ് പോരുന്നത്. എല്ലാ നമ്മുടെ ആദിവാസികൾക്ക് പദ്ധതികളുണ്ട്, പിന്നോക്കക്കാർക്ക് പദ്ധതികളുണ്ട്, പട്ടിണി മാറ്റാനുള്ള പദ്ധതികളുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം അവിടുത്തെ ചാക്കിൽ നിറച്ചിട്ട് പോരും. പക്ഷെ അതെല്ലാം അവിടെ തന്നെ ചോർന്ന് അവസാനം ഗുണഭോക്താവിലെത്തുമ്പോൾ ഓട്ടയായ ഒരു കാലിച്ചാക്ക മാത്രമായിട്ട് മാറും, ഒന്നുമില്ലാതാണ്. അതിന് കാരണം എന്താണ്? ഈ പോരുന്നതിനിടയിലുള്ള ജനസമൂഹം ജനാധിപത്യത്തിന്റെ ബോധം ഉൾക്കൊണ്ടിട്ടില്ല. ഈ ജനസമൂഹം ജനാധിപത്യത്തെ ഒരു സംസ്കാരമായി ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ജനസമൂഹത്തിന് അവരുടെ അവകാശങ്ങളെ കുറിച്ച് യാതൊരു ബോധവുമില്ല. അടിമകളെ പോലെ വിനീത വിധേയരായി തമ്പുരാൻ പറയുന്ന പാർട്ടിക്ക് പോയി ചിഹ്നത്തിന് പോയി വോട്ട് ചെയ്യുന്ന കഴുതകളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യയിലെ 120 കോടി ജനങ്ങൾ. ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ പട്ടിണി കിടന്നാലും ശരി, അവരുടെ മക്കൾക്ക് പോഷകാഹാരം കൊടുക്കാൻ അവരുടെ കയ്യിൽ പണമില്ലെങ്കിലും ശരി, അവർ 1000 രൂപ ലിറ്ററിന് വിലയുള്ള പാല് വാങ്ങി ഗണപതിക്ക് കൊടുക്കും. 1 ലിറ്റർ പാലിന് 1000 രൂപ കൊടുക്കേണ്ട അവസ്ഥ ഡൽഹി പട്ടണത്തിലുണ്ടായിരുന്നു ഗണപതി പാല് കുടിച്ച സമയത്ത്. സ്വന്തം മക്കൾക്ക് ഒരു തുള്ളി പാലോ കട്ടൻ ചായയോ കൊടുക്കാൻ കഴിവില്ലാത്തവരാണ് ദൈവങ്ങളെ പാല് കൂട്ടാൻ വേണ്ടിയിട്ട് ഓടിയത്. എലികളെ തീറ്റി വളർത്തുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ മനുഷ്യന്മാർക്ക് തിന്നാനുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ 40% എലികളാണ് തിന്നുന്നത്. എലികളെ കൊല്ലാൻ പാടില്ല. എന്താ കാരണം? എലി ദൈവമാണ്. എലികൾ ദൈവമാണ്, പശു ദൈവമാണ്, പാമ്പ് ദൈവമാണ്. കൊല്ലണം നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ എലികൾക്കാണ് നമ്മുടെ പോഷകാഹാര കുറവ് കൊണ്ട് ആദിവാസികൾ പട്ടിണി കിടന്ന് മരിക്കുന്ന രാജ്യത്ത് എലികൾ സുഭിക്ഷമായി പാല് കുടിക്കുന്നു, ധാന്യം തിന്നുന്നു. കാരണം അന്ധവിശ്വാസത്തിന്റെ പേര്. ഇതുപോലെ ദൈവങ്ങൾക്ക് പാല് കൊടുക്കാനും ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ആചാരങ്ങൾ അനുഷ്ഠിക്കാനും ഒക്കെ ആയിട്ട് ആണ് നമ്മുടെ രാജ്യത്ത് സാമാന്യ ജനങ്ങളുടെ പണം അവരുടെ പോക്കറ്റിൽ നിന്നും പൊതുഖജനാവിൽ നിന്നും ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായി ഈ രാജ്യം ഒരു അഭിവൃദ്ധിയിലേക്കും മുന്നേറാൻ കഴിയാതെ അതപ്പതിച്ചു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ജവഹർലാൽ നെഹ്റുവിന്റെയൊക്കെ കാലത്ത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പാശ്ചാത്യ വിദ്യാഭ്യാസമൊക്കെ നേടി ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളൊക്കെ കണ്ട് ശാസ്ത്രീയമായ നേട്ടങ്ങളൊക്കെ കണ്ട് സ്വപ്നം കണ്ടു നമ്മുടെ രാജ്യം ഒരു ശാസ്ത്ര നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മഹാരാജ്യമായി വികസിക്കണമെന്ന് സ്വപ്നം കണ്ട. പക്ഷെ ആ സ്വപ്നം അവിടെ തന്നെ കരിഞ്ഞു പോവുകയാണ്. തുടർന്ന് വന്നിട്ടുള്ള ഭരണ സംവിധാനങ്ങൾക്കോ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ അത്തരത്തിലുള്ള ജനങ്ങളെ ആ തരത്തിൽ ശാസ്ത്രബോധമുള്ള ഒരു ജനതയാക്കി വളർത്തിയെടുക്കുന്നതിന് യാതൊരു തരത്തിലും സാധ്യമായില്ല. അതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രം അനുഭവിച്ചത്. ജനങ്ങൾ പെരുകുന്നു, അതിന് ശാസ്ത്രബോധമൊന്നും വേണ്ട, അതങ്ങനെ പെരുകിക്കുന്നു. അതിനുള്ള വിദ്യാഭ്യാസം നമ്മുടെ ജനങ്ങൾക്ക്. ജനസംഖ്യ പെരുകാനുള്ള വിദ്യാഭ്യാസവും അറിവും നമ്മുടെ ആളുകൾക്കുണ്ട്. അത് പെരുകാതിരിക്കാനുള്ള അറിവാണ് നമുക്കില്ലാത്തത്. ദൈവങ്ങളെ തീറ്റാനുള്ള അറിവ് നമുക്കുണ്ട്, മനുഷ്യരെ കുഞ്ഞുങ്ങളെ തീറ്റാനുള്ള അറിവ് നമുക്കില്ല. വയറിളക്കം വന്ന കുഞ്ഞിന് വെള്ളം കൊടുക്കണമെന്ന അറിവില്ലാത്തവരാണ് ഇന്നും ഇന്ത്യയിലെ ഭൂരിപക്ഷം. അതുകൊണ്ടാണ് വയറിളക്കം വന്ന കുട്ടികൾ മരിച്ചു. അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കും, അതിനുവേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ ശാസ്ത്രീയമായി സ്വന്തം മക്കളുടെ ആരോഗ്യം സംരക്ഷിക്കാനോ അവർക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകാനോ അവരെ ശരിയായ സംസ്കാരമുള്ളവരാക്കി വളർത്തിയെടുക്കാനോ വേണ്ട ശാസ്ത്രീയമായ ബോധമോ ശാസ്ത്രീയമായ വിദ്യാഭ്യാസമോ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നതിൽ നാം പരാജയപ്പെട്ടു, നമ്മുടെ ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടു. അതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് യുക്തിവാദികളായ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ നാം ചെയ്യേണ്ടത് ജനങ്ങളെ ശാസ്ത്രബോധമുള്ളവരാക്കി മാറ്റുക, ജനങ്ങളുടെ ചിന്താരീതി ശാസ്ത്രീയമാക്കി മാറ്റുക. അതിനുള്ള വിദ്യാഭ്യാസ പരിപാടികളാണ് യുക്തിവാദി സംഘം പോലുള്ള ബുദ്ധിപരമായും വിജ്ഞാനപരമായും ഉയർന്നു നിൽക്കുന്ന ആളുകൾ ചെയ്യുക. അല്ലാതെ പാരമ്പര്യമായി നമ്മൾ തുടർന്നു പോന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ തെരുവിലിറങ്ങി 4 ആൾ മുദ്രാവാക്യം വിളിച്ച് 2 ജാഥ നടത്തിയത് കൊണ്ടോ എവിടെയെങ്കിലും കവലയിൽ 2 മീറ്റിംഗ് വിളിച്ച് കുറെ പ്രസംഗിച്ചത് കൊണ്ടൊന്നും ജനങ്ങളുടെ ബോധതലങ്ങളിൽ മാറ്റമുണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണം. അതിനുവേണ്ടി സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് മുന്നിട്ടിറങ്ങണം. യുക്തിവാദി സംഘം ഇന്ന് കേരളത്തിലെ യുക്തിവാദി സംഘത്തിന്റെ ഒരു വളർച്ചയുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ
സംഘടനയും നമ്മുടെ പ്രസ്ഥാനവും ഒക്കെ ഇന്ന് വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടമാണ്. കാരണം പാരമ്പര്യമായിട്ട് തുടർന്നു പോകുന്നുള്ള ചില ശീലങ്ങൾ വിട്ടിട്ട് അതിനപ്പുറത്തേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുന്ന തരത്തിൽ, പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസം നൽകുന്ന തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളെ ആധുനികമായ ശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്യുന്നതിനോ ഒന്നും തന്നെ പലപ്പോഴും നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് സാധ്യമാകുന്നില്ല. പ്രസ്ഥാനം ഇപ്പോഴും ഒരു 50 കൊല്ലം മുമ്പത്തെ അതേ അവസ്ഥയിൽ ഇങ്ങനെ കാളവണ്ടി യുഗത്തിലെ പോലെ. അതിന് മാറ്റം വരുത്തണം. നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ പുതിയ തലമുറയെ ആകർഷിക്കാൻ നമുക്ക് കഴിയൂ. പുതിയ തലമുറയെ ആകർഷിക്കാൻ ഉതകുന്ന രീതിയിൽ പുതിയ ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആശയ പ്രചരണത്തെ നമ്മൾ ശക്തിപ്പെടുത്തണം. അതിന്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ വർഷം മലപ്പുറത്ത് ഒരു സെമിനാർ നടത്തുകയുണ്ടായി, ഒരു ദേശീയ സെമിനാർ. ആ സെമിനാർ എല്ലാ വർഷവും തുടർന്ന് നടത്തണമെന്ന് നമ്മൾ അന്ന് തന്നെ തീരുമാനമെടുത്തിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മൾ ആ സെമിനാർ മലപ്പുറത്ത് നടത്തിയത്. ഈ വർഷവും ഡിസംബർ മാസം നമ്മൾ സ്വതന്ത്ര ലോകം ദേശീയ സെമിനാർ നടത്തുന്നുണ്ട്. ആ സെമിനാർ നമ്മൾ കോഴിക്കോട് നടത്താനാണ് ഏകദേശ ധാരണയായിട്ടുള്ളത്. കോഴിക്കോടാവുമ്പോൾ യാത്രയ്ക്കും വന്നെത്താനും മറ്റും സൗകര്യമുണ്ട്, സംഘടിപ്പിക്കാനും കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വർഷം കോഴിക്കോടാണ് നടത്തുന്നത്. ഡിസംബർ 14, 15 തീയതികളാണ് നമ്മളിപ്പോൾ മനസ്സിൽ കാണുന്നത്. 2ാം ശനിയും ഞായറാഴ്ചയും കുറിച്ച് ഈ 2 ദിവസം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സെമിനാർ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ തുടങ്ങണം. സെമിനാറിന്റെ സംഗതികൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്വാഗത സംഘം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സെപ്റ്റംബർ 1-ാം തീയതി കോഴിക്കോട് സയൻസ് ട്രസ്റ്റിന്റെ ഓഫീസിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി. പങ്കെടുക്കാൻ കഴിയുന്നവർ അവിടെ സയൻസ് ട്രസ്റ്റിന്റെ ഓഫീസിൽ 1-ാം തീയതി 2 മണിക്ക് എത്തി ആ സ്വാഗത സംഘം മീറ്റിംഗ് വിജയിപ്പിക്കാൻ നിങ്ങൾ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ സയൻസ് ട്രസ്റ്റ്, കോഴിക്കോട് സയൻസ് ട്രസ്റ്റിന്റെ കീഴിൽ തന്നെ നമ്മൾ ഒരു മാസിക കഴിഞ്ഞ 5-6 ലക്കം നമ്മൾ ഇറക്കി കഴിഞ്ഞു. യുക്തിയുഗം മാസിക. ആ മാസികയുടെ ലക്കങ്ങൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ ഇന്നുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള യുക്തിവാദ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാസികയാണ് യുക്തിയുഗ മാസിക എന്ന്. ഇതിനകം ഇറങ്ങിയിട്ടുള്ള ലക്കങ്ങൾ ഒരു പേജ് മറിച്ച് നോക്കിയാൽ മനസ്സിലാവും. മാസികയുടെ ഏതാനും കോപ്പികൾ ഇവിടെ കിട്ടും. ആ മാസിക പ്രചരിപ്പിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ, സാമ്പത്തികമായി മറ്റു തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. മാസിക പരമാവധി പ്രചരിപ്പിക്കാൻ വരിക്കാരെ ചേർത്തും സംഭാവന തിരിച്ചു നൽകിയും അതിലേക്ക് നല്ല കനമുള്ള ലേഖനങ്ങൾ സംഘടിപ്പിച്ച് നൽകിയും പരസ്യങ്ങൾ നൽകിയും ഒക്കെ ആ മാസികയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അതേപോലെ തന്നെ പാലക്കാട് ഇപ്പോൾ നമ്മളെ സംഘടന വളരെ സജീവമായിട്ടുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ 2 ഗ്രൂപ്പായപ്പോൾ 2 ഗ്രൂപ്പും സജീവമായിട്ടുണ്ട്. ഗ്രൂപ്പാകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തമ്മിലല്ലാതിരുന്നാൽ മതി. യുക്തിവാദികൾ എല്ലായിടത്തും എത്ര ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു അത്രയും നല്ലതാണ്. പരസ്പരം താറടിക്കാനും ചളിവാരി എറിയാനും തമ്മിൽ തല്ലാനും പോകുന്നില്ല എങ്കിൽ യുക്തിവാദികൾക്ക് ഓരോ പട്ടണത്തിലും ഓരോ ഗ്രാമത്തിലും ഓരോ സംഘടന ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് യുക്തിവാദി സംഘം പിളർന്നു വന്നതില്ല, അല്ലെങ്കിൽ 2ആയി എന്നതിലോ 3ആയി എന്നതിലോ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പിനെ തെറി പറയാൻ പോകണ്ട. അവരുടെ പ്രവർത്തനങ്ങൾ, നമുക്ക് യോജിക്കാവുന്ന പ്രവർത്തനങ്ങൾ മറ്റു ഭാഗത്ത് നടത്തുമ്പോൾ അവരുമായി സഹകരിക്കണം. അങ്ങനെയാണ് നമ്മൾ കോഴിക്കോട് ഇന്നലെ കേരള യുക്തിവാദി സംഘം, കലാമാഷം ഒക്കെ അവിടെ ദബോൽക്കറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോഴിക്കോട് നഗരത്തിൽ പ്രകടനവും മീറ്റിങ്ങും നടത്തി. അതിനകത്ത് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം അതിനകത്ത് പോയി സഹകരിക്കാനാണ് നമ്മൾ പറയുന്നത്. ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാനും പോയിരുന്നു. തിരിച്ച് നമ്മൾ മറ്റേ ഗ്രൂപ്പുകൾ നടത്തുന്ന പരിപാടികളിലും അവരും പങ്കെടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട്, കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. യുക്തിവാദികൾ സ്വതന്ത്ര ചിന്തകരാണ്. സ്വതന്ത്ര ചിന്തകരായ യുക്തിവാദികൾ എല്ലാ വിഷയത്തിലും ഒരേ അഭിപ്രായമുള്ള തീപ്പെട്ടികൊണ്ട് പോലെ സമാനരല്ല. അങ്ങനെ ആവുക സാധ്യമല്ല, പ്രകൃതി വിരുദ്ധമാണ്. ഓരോരുത്തരും സ്വതന്ത്രമായിട്ടാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്ത സ്വതന്ത്രമെന്ന് നമ്മൾ പറയുമെങ്കിലും ഓരോരുത്തരുടെയും ചിന്ത അവരുടേതായ ചുറ്റുപാടുകളും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. നമ്മുടെ തലച്ചോറ് വികസിച്ച് വന്നതിനനുസരിച്ച്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച്, നമ്മൾ ആർജിച്ച മൂല്യബോധത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളിൽ മാറ്റമുണ്ടാവും. അതുകൊണ്ട് തന്നെ
സമാനമായി ചിന്തിക്കുന്നു എന്ന് കരുതുന്ന നമ്മളൊക്കെ തന്നെ തമ്മിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പൊതുവായി യോജിക്കുന്ന ആശയങ്ങൾ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും, വേറിട്ട് പ്രവർത്തിക്കാൻ കഴിയും, വേറിട്ട് നിന്നുകൊണ്ട് തന്നെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് ട്രസ്റ്റുകളും ഒരുപാട് സംഘടനകളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹത്തിന്റെ പൊതുമനസാക്ഷിയിൽ മാറ്റമുണ്ടാവുക. അല്ലാതെ ഞാൻ മാത്രമേ ഇത് പറയാൻ പാടുള്ളൂ, ഞങ്ങളുടെ സംഘടനയ്ക്ക് മാത്രമേ ഇത് പറയാൻ അവകാശമുള്ളൂ എന്ന് ആരും പഠിക്കേണ്ടതില്ല. എല്ലാവർക്കും എല്ലാം പറയാനുള്ള അവകാശമുണ്ട്. ഒരു ജനാധിപത്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, എത്ര പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളായാലും ശരി, ആ അഭിപ്രായ വ്യത്യാസങ്ങളെ സ്നേഹപൂർവ്വം പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സംസ്കാരത്തിനാണ് ജനാധിപത്യം കൊണ്ടുവന്നത്. ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്നവര് ഞാൻ പറയുന്ന ആശയങ്ങളുടെ കടുത്ത വിരോധികളാണെങ്കിൽ പോലും നമുക്ക് മനുഷ്യർ എന്ന നിലയിൽ, വ്യക്തികൾ എന്ന നിലയിൽ പരസ്പരം സ്നേഹത്തോടെ ആ ആശയങ്ങളെ സംവദിക്കാനും വാദപ്രതിവാദത്തിന് ഏർപ്പെടാനും പരസ്പരം വിനിമയം ചെയ്യാനും ഒക്കെ കഴിയണം. അതാണ് ജനാധിപത്യം. അങ്ങനെയുള്ള ഒരു ഉയർന്ന സംസ്കാരത്തിന്റെ പേരാണ് ജനാധിപത്യം. അല്ലാതെ ജനാധിപത്യം എന്നാൽ കേവലം വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമല്ല. അപ്പൊ ജനാധിപത്യ സംവിധാനം യുക്തിവാദികൾക്ക്, സ്വതന്ത്ര ചിന്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ ലോകത്താർക്കാണ് ഉൾക്കൊള്ളാൻ കഴിയും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ പരസ്പരം സ്നേഹത്തോടെ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കാനും രണ്ടായും മൂന്നായും നിന്നുകൊണ്ട് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ കഴിയണം സ്വതന്ത്ര ചിന്തകരായ യുക്തിവാദികൾ. അങ്ങനെ കഴിയുമ്പോൾ തന്നെ പരസ്പരം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ യുക്തിവാദികൾ പരസ്പരം ചളിവാരി എറിയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതുണ്ടായാൽ അത് നമുക്ക് എല്ലാവർക്കും ദോഷകരമാണ്, മലർന്ന് കടന്ന് മേലോട്ട് നിൽക്കുന്നതുമാണ്. ആ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ യുക്തിവാദി സംഘങ്ങളും പരസ്പരം സഹകരിക്കണമെന്നും എല്ലാ യുക്തിവാദികളും എല്ലാ സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കണമെന്നും സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു.